إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-മാഇദ 108-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ ആയത്തുകളുടെ തന്നെ തുടർച്ചയായി പറയുകയാണ്. ആ സാക്ഷ്യം വസിയത്തിനുള്ള സാക്ഷികൾ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾ അവർ കണ്ടുവരികയാണെങ്കിൽ അവരെ മാറ്റിക്കൊണ്ട് പുതിയ സത്യസന്ധരായ സാക്ഷികളെ പകരം കൊണ്ടുവരാൻ അല്ലാഹു കൽപ്പിച്ചു. അങ്ങനെ കൊണ്ടുവന്ന് അവർ വീണ്ടും അല്ലാഹുവിന്റെ പേരിൽ അവർ സത്യം ചെയ്തു പറയണം. എന്തിനു വേണ്ടിയാണ് ഈ രൂപത്തിലൊക്കെ കഠിനമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അത് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നത് അതേറ്റവും അടുത്തതാകുന്നു. സാക്ഷ്യം കൊണ്ടുവരുന്നതിന് അതിന്റെ യഥാർത്ഥ വിധത്തിൽ സാക്ഷ്യം കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾക്കൊക്കെയും അവകാശം കൊടുക്കുന്നത്. ആ രൂപത്തിലുള്ള തിരുത്തലുകൾ വരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ സാക്ഷ്യം വളരെ കൃത്യമായിരിക്കേണ്ടതുണ്ട്. യാതൊരു തരത്തിലുള്ള കൃത്രിമത്വങ്ങളും അതിൽ വരാൻ പാടില്ലതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഔവല്ലെങ്കിൽ യഖാഫു, അവർ ഭയപ്പെടുന്നതിന് വേണ്ടി ആ സാക്ഷ്യത്തിൽ കൃത്രിമം ചെയ്യുന്നവർ ഭയപ്പെടണം. അൻതുറദ്ദ ഐമാനും, അവരുടെ സാക്ഷ്യങ്ങൾ, അവരുടെ സത്യങ്ങൾ തിരിച്ചുവിടപ്പെടുമെന്ന് ഐമാനിയും, അവരുടെ സത്യസാക്ഷ്യങ്ങൾക്ക് ശേഷം അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം അവരുടെ സാക്ഷ്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെ അതിനെ തിരിച്ചുവിടപ്പെടുമെന്ന് അവർ ഭയപ്പെടണം. കാരണം കൃത്രിമത്വം കൊണ്ടാർക്കും എന്തെങ്കിലും നേടിയെടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വഴി പിഴവിലാക്കാനോ കഴിയില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വസ്മഉ, നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കണം. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു തോന്നിവാസികളായ ജനങ്ങളെ ഒരിക്കലും നിർമാർഗത്തിലാക്കില്ല എന്ന്. ഈ രൂപത്തിൽ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നാം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് കൃത്യമായ രൂപത്തിൽ നാം പാലിക്കണം. സത്യസന്ധമായി ആ വസിയത്തിന്റെ സാക്ഷ്യം നാം പാലിക്കണമെന്നാണ് ഇത്തരം ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചിരുന്നത്. വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആൻ. നോക്കൂ നിങ്ങൾ, 3 ആയത്തുകൾ തുടർച്ചയായി ഈ കാര്യങ്ങളാണ് വിശദീകരിച്ചത്. അപ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാമല്ലോ. ഒരു വ്യക്തിയുടെ ധനം കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെയധികം ഗൗരവമുള്ള വിഷയമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.